Hello everyone, welcome to Brilliant EduTech, the best solution ever. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാടധികം ഡൗട്ട്സും സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ അടുത്താണ് കേരള PSC റിലീസ് ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിനൊക്കെ അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടു നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു എക്സാമിൻ്റെ കോച്ചിങ്ങിനെ പറ്റിയിട്ട് വറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് നമ്മുടെ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം. 9952264596 എന്നതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ കോഴ്സിൻ്റെ പേര് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടി സിൻസിയറായിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക്, വാട്സപ്പ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എൻറോൾ ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇതുപോലുള്ള കേരള PSC സയൻസ് ബേസ്ഡ് എക്സാം അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭ്യമായിരിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഈ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാടധികം ഡൗട്ട്സ് നമ്മുടെ സ്റ്റുഡൻസിന് ഉണ്ടായിരുന്നു. വേക്കൻസി എത്രയാണ് ഉണ്ടായിരിക്കുക, ഓരോ ജില്ലയിലും എങ്ങനെയാണ് ഉണ്ടായിരിക്കുക, ബോണ്ടിൻ്റെ കാര്യം, അതുപോലെ ഈ ഒരു ജോബിൻ്റെ നേച്ചർ എന്താണ്, പ്രമോഷൻ ഉണ്ടോ, റിസ്ക് എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് വരെ ചോദിച്ചവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളോട് ഒപ്പമുള്ളത് രതീഷ് സാറാണ്. നിലവിൽ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാറാണ് രതീഷ് സാറ്. അപ്പോൾ സാറ് കഴിഞ്ഞ വർഷം ഈ എക്സാം നടക്കുന്ന സമയത്ത് തൊട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ പേഴ്സണൽ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനൊക്കെ സാറ് ഒപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്ന സമയത്തും ഒരുപാടധികം ഡൗട്ട്സ് നമ്മുടെ സ്റ്റുഡൻസിനുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് സാറിനെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സാറ് പെട്ടെന്ന് തന്നെ നമുക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ വീഡിയോയുടെ ഒരു ആവശ്യകത ഉണ്ടെന്ന് സ്റ്റുഡൻസ് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തത്. സാറിൻ്റെ തിരക്കുകളുടെ ഇടയിൽ പോലും സാറ് നമുക്ക് റിപ്ലൈ തന്നു. എല്ലാ ഡൗട്ട്സും സാറ്, നമ്മുടെ സ്റ്റുഡൻസ് ചോദിച്ച എല്ലാ ഡൗട്ട്സും സാറ് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിന് പ്രത്യേകമായിട്ട് ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് സാറിൻ്റെ വാക്കുകൾ കേൾക്കാം. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിലും അത് നമ്മുടെ NDPയിൽ അല്ലെങ്കിൽ RNDCPയിൽ ഈ പോസ്റ്റിൻ്റെ പേര് STS എന്നാണ്, സീനിയർ ട്രീറ്റ്മെൻറ്റ് സൂപ്പർവൈസർ എന്നാണ്. അപ്പം പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആൾ STSും ലാബിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന STLSും ആണ്, സീനിയർ ട്രീറ്റ്മെൻറ്റ് ലാബ് സൂപ്പർവൈസർ. അങ്ങനെ 2 പോസ്റ്റുകളാണ് ഉള്ളത്. അപ്പം നമ്മുടെ ജോലി എന്ന് വെച്ചാൽ നമുക്കൊരു TU ആണ്, ഒരു TB യൂണിറ്റ്. നമുക്ക് ജില്ലാ TB സെൻ്റർ ആയിരിക്കും, TB സെൻ്ററുണ്ട്. അതുകൂടാതെ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി, ഇവിടെയൊക്കെ TB യൂണിറ്റുകൾ കാണും. അപ്പം അവിടെ ഒരു പോസ്റ്റ്, ഒരു STS ഒരു STLSും കാണും. അപ്പം STSൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ആ TUവിൻ്റെ അണ്ടറിലെ അണ്ടറിൽ കുറേ PHC കാണും, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, CHC, TH, QH, അങ്ങനെ കുറേ ഹോസ്പിറ്റൽ കാണും. അപ്പം ആ ഏരിയയിലെ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് എവിടെ നിന്നാണോ പോസിറ്റീവ് ആവുന്നത് അവിടെ നിന്ന് നിക്ഷ രജിസ്റ്റർ ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, PHCന്ന് കറക്റ്റ് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ടോ, അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അവിടുത്തെ നിക്ഷ അപ്ഡേഷൻ ഉണ്ടോ, പേഷ്യൻ്റ് കറക്റ്റായിട്ട് മരുന്ന് കിട്ടുന്നുണ്ടോ, അഡ്ഹറൻസ് അവർ മാർക്ക് ചെയ്യുന്നുണ്ടോ എന്ന കാര്യങ്ങൾ നമ്മൾ സൂപ്പർവൈസ് ചെയ്യണം. ഇത് അതാത് പഞ്ചായത്തിലെ PHCയിൽ നിന്ന് ഇതെല്ലാം ചെയ്യും. നമ്മൾ ആ സൂപ്പർവൈസ് ചെയ്യുക. നമ്മൾ പേഷ്യൻ്റ് വിസിറ്റ്, ചില ക്രിട്ടിക്കൽ പേഷ്യൻസൊക്കെ കാണും, ഇപ്പം RBS ഉള്ളത്, അല്ലെങ്കിൽ NDIP-CP പോസിറ്റീവ് ആവുന്ന പേഷ്യൻസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത കേസുകൾ, പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ കുട്ടികൾ. അപ്പം നമുക്ക് ഫീൽഡ് വിസിറ്റ് എന്ന് വെച്ചാൽ അങ്ങനെ 3 ദിവസം 4 ദിവസം അങ്ങനെയൊന്നും ഒരു കണക്കില്ല. ഇപ്പം ഞാൻ ആഴ്ച ഒരു ദിവസം ഫീൽഡ് പോകാൻ ഉദ്ദേശിക്കുന്നത്, ഈ ആഴ്ച നമ്മൾ ആ PHC പോവും. നമ്മൾ ആ ഒരു മാസം കൊണ്ട് നമുക്കിപ്പോൾ എനിക്കിപ്പോൾ 12 PHC ഉള്ളത്, 12 PHCയിൽ ആ മാസത്തിൽ നമ്മൾ വിസിറ്റ് നടത്തും. ആ ഒരു ദിവസം തന്നെ 3-4 PHC നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നമ്മൾ അവിടെ ചെല്ലുക, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കാർഡുകൾ നോക്കുക, മെഡിക്കൽ ഓഫീസറെ കാണുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംസാരിക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യൻറ്റിനെ JHയുടെ കൂടെ പോയി കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് മെഡിസിൻ ഓൾറെഡി ഒരു ചെയിൻ സിസ്റ്റം വഴി TB സെൻ്ററിൽ നിന്ന് PHCകൾ എത്തിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മെഡിസിൻ കൊണ്ടു കൊടുക്കാം, ട്രീറ്റ്മെൻറ്റ് കാർഡ് കൊണ്ടു കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി. പിന്നെ NDP ട്രെയിനിങ്ങുകൾ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഏരിയയിലെ നഴ്സിംഗ് സ്കൂള്, അല്ലാതെ ആശാ വർക്കർമാർ, മെഡിക്കൽ ഓഫീസർമാർ,
നമ്മളെ TV ആയിട്ട് ബന്ധപ്പെട്ട NDP ട്രെയിനിങ് അപ്ഡേറ്റ്സ് കൊടുക്കുക. പിന്നെ നമ്മുടെ ടീമിൻ്റെ അണ്ടറിൽ TV പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. പിന്നെ പേഷ്യൻ്റ് DBT ഉണ്ടല്ലോ, ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ, ഇത് പാസ്സാക്കി കൊടുക്കേണ്ട STSന് ഉത്തരവാദിത്തമാണ്. പിന്നെ അതുകൂടാതെ ഡോട്ട്സ് പ്രൊവൈഡർ ഉണ്ടല്ലോ, TB പേഷ്യൻസിന് മരുന്ന് കൊടുക്കുന്നത്, അവരുടെ ഹോണറേറിയം പാസ്സാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ജോലി. അങ്ങനെ 2 ദിവസം അവിടെയും 2 ദിവസം ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ നമുക്ക് പോകാൻ പറ്റുന്നത് നമ്മളതനുസരിച്ച് ചാർട്ട് ചെയ്യണം. പിന്നെ ജോലി സമയം 9 to 4 ആണ് പറയുന്നത്. 9 to 4 ആണ് STSൻ്റെ ഡ്യൂട്ടി ടൈം. അതനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഫീൽഡ് മാക്സിമം പോകുന്നത് ഫീൽഡ് പോകാം, ഓഫീസിൽ ഇരിക്കുന്നവർ ഓഫീസിൽ ഇരിക്കുക, അങ്ങനെ അത് നമ്മുടെ ഇതനുസരിച്ച്. പക്ഷെ നമ്മൾ നിക്ഷയ് ഓൺലൈൻ പോർട്ടലാണ്, നിക്ഷയ് എല്ലാം അപ്ഡേറ്റഡ് ആവണം. HIV RBS സ്റ്റാറ്റസ് നമ്മൾ ആഡ് ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. ഇതെല്ലാം പെരിഫറിയും ചെയ്യുന്നുണ്ട്. അതല്ലാതെ ക്ലിയർ ആണോ എന്ന് നമ്മൾ സൂപ്പർവൈസ് ചെയ്യണം. അതാണ് നമ്മളെ പ്രധാനപ്പെട്ട ജോലി. റിസ്ക് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും TB പേഷ്യൻസായിട്ട്, എനിക്കറിയാവുന്നതിൽ ഇപ്പോൾ എത്രയോ വർഷങ്ങൾ കൊണ്ടുള്ള STSമാരുണ്ട്. അങ്ങനെ ആർക്കും TB പോസിറ്റീവ് ആയിട്ടില്ല. അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ പോയി കണ്ടു, വീട്ടിൽ പോയി കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് TB വരത്തില്ല. പേഷ്യൻറ്റും അവിടെ മാസ്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത്, നമ്മളും മാസ്ക് ഇട്ട്. പേഷ്യൻ്റ് ക്ലോസ് കോൺടാക്റ്റ് അല്ലല്ലോ. നമുക്ക് എപ്പോഴെങ്കിലും ഇമ്മ്യൂണിറ്റി വീക്കായിരിക്കുന്ന സമയത്തേയുള്ള കോൺടാക്റ്റിൽ നമുക്ക് TB വരത്തുള്ളൂ. അല്ലാതെ വെറുതെ ഒന്നും TB വരാറില്ല. അങ്ങനെയായി ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് അതിനകത്തിരിക്കുന്നതല്ലേ. അങ്ങനെയുള്ള റിസ്ക് ഒന്നുമില്ല. പേഷ്യൻറ്റുമായിട്ട് നമ്മൾ പേഷ്യൻ്റെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് സംസാരിക്കുകയാണെങ്കിൽ അകത്തുനിന്ന് സംസാരിക്കും. അത് നമ്മൾ മാസ്ക് ഉപയോഗിക്കും, പേഷ്യൻ്റ് മാസ്ക് ഉപയോഗിക്കും. പിന്നെ 2 ആഴ്ച കൃത്യമായ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഈ പേഷ്യൻ്റെ ചുമയും പകരാനുള്ള സാധ്യതകളൊക്കെ കുറയും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഇതിൻ്റെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ 1997 ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആയിരുന്നു. 10ാം ക്ലാസ് ആയതുകൊണ്ടാണ് ഇപ്പോഴത്തെ LD ക്ലർക്കിൻ്റെ സ്കെയിലായി 26,500 അതിൽ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങളൊക്കെ കയറിയ സമയത്ത് ഇതിനെതിരെ 26 എന്നുവെച്ചാൽ 10ാം ക്ലാസ്സിൻ്റെ ബേസിക്കാണ് കിടന്നത്. പിന്നെ ട്രെയിനിങ് സമയത്ത് സാലറി ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യം ട്രെയിനിങ് സമയത്ത് സാലറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേസ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പം ട്രെയിനിങ് പീരീഡിൽ ബേസിക് സാലറി കൊടുക്കാൻ ഓർഡർ ആയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആരും കിട്ടിയില്ല. ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്, സ്പാർക്കിൽ അപ്ഡേറ്റ് ആവാത്തതുകൊണ്ടാണ് ഒന്നത്. പിന്നെ ഇതിൻ്റെ സാലറി സ്കെയിൽ +2 TB ഹെൽത്ത് വിസിറ്റർ കോഴ്സാണല്ലോ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത ശമ്പള പരിഷ്കരണം വരുമ്പോൾ അതൊക്കെ മാറി വരും. ആ ഒരു പ്രശ്നമില്ല. പിന്നെ പ്രമോഷൻ്റെ നമുക്ക് 47 ഗ്രേഡ് 1, 47 ഗ്രേഡ് 2 അങ്ങനെ വേണ്ടുന്നത്. പിന്നെ ഒരെണ്ണം ഗസറ്റഡ് ഓഫീസറുടെ പോസ്റ്റാണ്. അപ്പം അതിൻ്റെ അകത്ത് നമുക്കുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഗ്രേഡ് 1 ഇഷ്ടം പോലെ വേക്കൻസികളുണ്ട്. ഇഷ്ടംപോലെ ഗ്രേഡ് 1 വേക്കൻസികൾ ഒഴിഞ്ഞിരിക്കുക. ഇപ്പോൾ കയറുന്ന ആളുകൾക്കെല്ലാം അത്യാവശ്യം ഗ്രേഡ് 1 ആവുള്ള വേക്കൻസികളൊക്കെ കിടപ്പുണ്ട്. ഗ്രേഡ് 1 ആകുമ്പോഴുള്ള ബേസിക്ക് 37,400 ഇതിൻ്റെ ഗ്രേഡ് 1ൻ്റെ ബേസിക്ക്. അതിപ്പോൾ നമ്മൾ ഗ്രേഡ് 1 ആയില്ലെങ്കിലും ആ 8ാം വർഷം കറക്റ്റ് ഗ്രേഡ് 1ൻ്റെ സ്കെയിൽ നമുക്ക് കിട്ടും. 15ാം വർഷം കറക്റ്റ് ഗസറ്റഡ് ഓഫീസറുടെ സ്കെയിലാണ് നമ്മുടെ. ആ സ്കെയിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറും. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ജോലിയാണ്. എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും കംഫർട്ടബിൾ. നമുക്ക് സ്വതന്ത്രമായിട്ട് നമ്മുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഒരു വർക്ക് പ്രഷറോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു NDPയുടെ 2 വീലറുണ്ട് സ്വന്തമായിട്ട്. അത് മൊത്തം നമ്മുടെ TVയുടെ ടൂർ മൊത്തം ആ വണ്ടിയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഫീൽഡ് വിസിറ്റ് ആയാലും PHC വിസിറ്റ് ആയാലും നമ്മുടെ അങ്ങനെ പൈസയും ചിലവാകത്തില്ല. പിന്നെ സ്വന്തമായിട്ട് ടാബ് തരും. പിന്നെ അതിനകത്ത് ഫുൾ മാസം റീചാർജ് സിമ്മുണ്ട്. പേഷ്യൻറ്റിനെ വിളിക്കാനും നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് നല്ലൊരു സ്വീകാര്യതയുള്ളൊരു ജോലിയാണ് കേട്ടോ STS. എനിക്ക് എന്തുകൊണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ആണുങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുമോ, പെണ്ണുങ്ങൾ വെച്ചത്? ഞങ്ങൾ 22 പേര് കയറിയതിൻ്റെ അകത്ത് എല്ലാവരും, ഞങ്ങൾ 2 ബോയ്സ് ഒഴിച്ച് ബാക്കി എല്ലാം പെൺകുട്ടികളാണ്. അവരെല്ലാം നല്ല കംഫർട്ടബിളായിട്ട് ജോലി ചെയ്യുന്നു. നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് ആ ജോലിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു റിസ്ക്കും ഇല്ല. നല്ല കൂളായിട്ട് നമുക്ക് ജോലി ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ഇത് കിട്ടുന്ന നല്ലൊരു പബ്ലിക് അറ്റൻഷൻ കിട്ടുന്നൊരു ജോലിയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇതിൻ്റെ അകത്ത്. നല്ല ജോലിയാണ് കേട്ടോ. ഞാൻ ഇതിലിരിക്കുന്നതുകൊണ്ട് പറയാം, എന്തുകൊണ്ടും ഒരു നല്ലൊരു ജോലിയായിട്ട് നമുക്ക് ഇതിനെ കാണേണ്ടത്. പണ്ട് ട്രെയിനിങ് സമയത്ത് 2,480 രൂപയായിരുന്നു സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത്. ആ ബോണ്ട് ഒബ്ലിഗേറ്റ് ചെയ്യുന്നവർക്ക് വെച്ചാൽ ഇതിൽ ട്രെയിനിങ് കഴിഞ്ഞ് വേറെ ജോലിക്ക് പോകുന്നവർക്ക് 1,400 2,000 രൂപയും കൊണ്ട് അടച്ചാൽ മതി. നമ്മൾ ആദ്യം ബോണ്ട് ചെയ്യുന്ന സമയത്ത് 2 സർക്കാർ ജീവനക്കാരുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ബോണ്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ 10 വർഷം ഈ സർവീസ് തുടർന്നില്ലെങ്കിൽ ഈ പൈസ 2,450 പകുതി രൂപ തിരിച്ചടയ്ക്കാമെന്നും പറഞ്ഞിട്ട് നമ്മളൊരു ബോണ്ടുണ്ട്. അതടച്ചിട്ട് നമ്മൾ സുഖമായിട്ട് ഏത് ജോലിക്ക് വേണമെങ്കിലും പോകാം. ഞാൻ അടുത്ത മാസം വേറെ ജോലിക്ക് പോകാൻ പോവാണ്. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. വേറെ ജോലിക്ക് പോകാൻ പറ്റാതെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല കേട്ടോ.
അതിലഥവാ നിങ്ങൾ വേറെ ജോലിക്ക് പോകണമെങ്കിൽ 1240 രൂപ തിരിച്ചടയ്ക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ ബോണ്ട് വെക്കുമ്പോൾ 2 സർക്കാർ ജീവനക്കാരുടെ സാലറി സർട്ടിഫിക്കറ്റ് വേണം, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല എൻ്റെ അകത്ത്, ഒരു പ്രശ്നവുമില്ല അക്കാര്യത്തിൽ. വേക്കൻസി നിലവിലുള്ളതെന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ല 2 വേക്കൻസി ഉള്ളത്. ഞാൻ ആദ്യം ജോയിൻ ചെയ്ത കാസർഗോഡ് ജില്ലയിലായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ അവിടെ റിലീവ് ആയപ്പോൾ കോട്ടയത്ത് ജോയിൻ ചെയ്ത് ആ ഒരു വേക്കൻസിയും ഇതിൻ്റെ കൂടുതൽ ഒരു കുട്ടി സ്റ്റാഫ് നേഴ്സ് കിട്ടിപ്പോയി. അപ്പോൾ ആ ഒരു വേക്കൻസിയുടെ ചേർത്ത് 2 വേക്കൻസി നിലവിലുണ്ട്. പിന്നെ നിലവിലുള്ള ഒരാൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. അപ്പം 3 വേക്കൻസി അവിടെ ഉറപ്പായിട്ടും വരും. പിന്നെ ഒരാൾ 50-50 ചാൻസ് പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും 4 വേക്കൻസി കാസർഗോഡ് വരുമെന്ന് ഉറപ്പിക്കാം. കോട്ടയത്തെ കാര്യം പറയുകയാണെങ്കിൽ നിലവിൽ സെപ്റ്റംബർ വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പം നിലവിൽ ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് JHA ആയിട്ട് ഇപ്പം അടുത്ത മാസം പത്തനംതിട്ടയ്ക്ക് പോകും. ആ ഒരു വേക്കൻസി ഉണ്ട്. പക്ഷേ ആ വേക്കൻസിയിൽ നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാണ്, അതിൽ നിന്ന് ഇങ്ങനെ നടക്കും. പിന്നെ ഒരാൾ പാലയിലുള്ള STS മറ്റേ ഹോമിയോ മെഡിക്കൽ ഓഫീസറാണ്, അവർ ലീവ് എടുത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു വേക്കൻസിയും ഒരാൾ ആലപ്പുഴയ്ക്ക് പോകാൻ സാധ്യതയുണ്ട്, ആ ഒരു വേക്കൻസിയും. പിന്നെ ഇപ്പോൾ ആ തൃശ്ശൂർ ലിസ്റ്റിൽ കാഞ്ഞിരപ്പള്ളിയിൽ STS ഉണ്ട്, അപ്പോൾ ആ പുള്ളിക്കാരിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പം 2-3 വേക്കൻസി മാത്രമേ കോട്ടയത്ത് വരുത്തുള്ളൂ. കൊല്ലത്ത് പോകാൻ ഒരേ ഒരാളാണുള്ളത്, അർച്ചന എന്ന് പറഞ്ഞിട്ട്. ആ കൊച്ച് തിരുവനന്തപുരം STSൻ്റെ ലിസ്റ്റിലുണ്ട്. ആ ഒരു പോക്കിന് ചാൻസ് ഉണ്ട്. ഒരു വേക്കൻസി അല്ലെങ്കിൽ മാക്സിമം 2 വേക്കൻസി മാത്രമേ അവിടെ വരാൻ സാധ്യതയുള്ളൂ. മലപ്പുറത്ത് ഫാബിത എന്ന് പറഞ്ഞ STS ഹോമിയോ മെഡിക്കൽ ഓഫീസർ ലിസ്റ്റിലുണ്ട്, പുള്ളിക്കാരത്തിൽ പോകും. ആ ഒരു വേക്കൻസി അവിടെ വരും, വേറെ അവിടെ നിന്നും പോകാൻ ആരുമില്ല. പക്ഷേ കോഴിക്കോട് എന്ന് വെച്ചാൽ കോഴിക്കോട് 2 വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ അവിടുത്തെ കോഴിക്കോടത്തെ STS പാലക്കാട് ജില്ലയുടെ ലിസ്റ്റിലുണ്ട്. അവൾ വീട് പാലക്കാടാണ്, അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരാൾ MSc മൈക്രോബയോളജി കഴിഞ്ഞിട്ട് അയാൾ ഗൾഫിൽ മൈക്രോബയോളജിസ്റ്റാണ്. അപ്പോൾ അയാൾ ഗവൺമെൻറ് ജോലിയാണ്ട് വന്നെന്നുള്ളതേ ഉള്ളൂ, പുള്ളി ലീവ് എടുത്ത് പോകും. അപ്പോൾ അവിടെ 2 വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. അപ്പം കോട്ടയം എന്തായാലും 2 വരും, മലപ്പുറം 1-2, കോഴിക്കോട് 2, കാസർഗോഡ് 4, കൊല്ലത്ത് 1-2, ഈ രീതിയിലെ വേക്കൻസി വരുത്തുള്ളൂ. അത് നിലവിലുള്ള ആളുകളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എന്ന എക്സാമിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഓൾമോസ്റ്റ് ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ജോബ് നേച്ചർ ഇത്രയേ ഉള്ളൂ, ട്യൂബർക്ലോസിസ് മാനേജ് ചെയ്യുക, അതുപോലെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വരുന്നത് മെഡിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ഷെഡ്യൂൾ ചെയ്യുക, അതുപോലെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് പേഷ്യൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അതിനെപ്പറ്റിയുള്ള ഡാറ്റാ ബേസുകൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക, മെഡിസിൻസ് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ വേറെ സ്റ്റുഡൻസിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് എക്സാം ഡേറ്റ് എന്നാണ് എന്നുള്ളത്. എക്സാമിൻ്റെ ഡേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്ത വർഷമാണ്. ഇപ്രാവശ്യത്തെ വാർഷിക ടെൻറ്റേറ്റീവ് കലണ്ടറിൽ നമുക്ക് ഈ ഒരു എക്സാമിനെ പറ്റിയിട്ടുള്ള ഇൻറ്റിമേഷൻ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, നമ്മുടെ അപ്ലിക്കേഷൻ ടൈം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ എക്സാം ഡേറ്റ് എന്തായാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കാര്യമാണ്. സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രീ ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നത് കൊണ്ട് കുറേ പേർക്കൊരു ഡൗട്ടുണ്ട്, ഫ്രീ ആയതുകൊണ്ട് ഇത് എഫക്റ്റീവ് ആണോ, ഇത് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എന്നുള്ള കാര്യം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു കോഴ്സ് ഫ്രീ ആയിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രാവശ്യവും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യവും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം എന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് എഫിഷ്യൻ്റ് അല്ല എന്നുള്ള ഒരു കാര്യം ഇവിടെ ഇല്ല. പിന്നെ നമ്മുടെ ഓരോ ജില്ലയുടെയും റാങ്ക് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ട്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം നല്ല രീതിയിൽ ഈ ഒരു കോഴ്സ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ റാങ്ക് ലിസ്റ്റുകൾ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അറ്റ് പ്രസൻറ്റ് നമുക്ക് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെയും അതുപോലെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെയും റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് കാണാം. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറിൻ്റെ 2 ഡിസ്ട്രിക്റ്റിലെ റിസൾട്ട്സ് ആണ് അറ്റ് പ്രസൻറ്റ് നമുക്ക് വന്നിട്ടുള്ളത്, കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെയും ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെയും. അതിൽ 2ലും നമുക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. ഫസ്റ്റ് റാങ്കർ സൗമ്യ ജെ ആണ്. വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് സൗമ്യ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമാണ് ഇങ്ങനെ പല ജില്ലകളിലും കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്ത്, ഇപ്രാവശ്യം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതും ഇതിനോടൊപ്പം തന്നെ അറിയിക്കുകയാണ്. കുറേ പേർ അതും ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൻ്റെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ റിസൾട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, അക്ഷയ്, ദിവ്യ, ഫാത്തിമ, പ്രപഞ്ച, ഉണ്ണികൃഷ്ണൻ. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുകയാണ്. അതുപോലെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെ
റിസൾട്ട്സ് ഇപ്പോൾ അടുത്താണ് വന്നത്. അതിലും നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. ഇനിയും ഒരുപാട് ജില്ലകളുടെ വരാനുണ്ട്. അപ്പോൾ വരുമ്പോൾ ഓരോന്നായിട്ട് നിങ്ങളുടെ അടുത്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ അക്ഷയ്, ഷിജിന, യശസ്, നിതീഷ, ഉണ്ണികൃഷ്ണൻ, ഇന്ദു എന്നിവർക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുകയാണ്. നമ്മുടെ ചാനൽ തുടക്കകാലത്ത് ചെയ്തൊരു കോഴ്സാണ് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2. അപ്പോൾ അതിൽ നമുക്ക് നല്ല വിജയം ഉണ്ടായി എന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ചധികം നേരം എടുത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തന്ന സാറിന് ഒരുപാടധികം നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സജഷൻസ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു.